നമസ്കാരം. ഞാൻ ശശികുമാർ തിരുമുല്ലവാരം. ഇതെൻ്റെ 153-ാമത്തെ എപ്പിസോഡാണ്. ഇതിനകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ്. അതായത് ഈ സ്ത്രീകൾ പുരുഷന്മാരിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതിനെപ്പറ്റി പറയാൻ. അതായത് മോസ്റ്റ് അട്രാക്റ്റീവ് ക്വാളിറ്റീസ് ഓഫ് മെൻ ദാറ്റ് വിമൻ പ്രിഫർ. സ്ത്രീകൾ പുരുഷന്മാരിൽ ഇഷ്ടപ്പെടുന്ന എന്തൊക്കെ സ്വഭാവവിശേഷങ്ങളാണെന്ന് എൻ്റെ കുറേ കാലത്തെ ഈ ജ്യോതിഷവും ജ്യോതിഷവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് നമ്മളെ സമീപിക്കുന്നത്, നോക്കാനും എടുക്കാനും കൺസൾട്ട് ചെയ്യാനും ഒക്കെ, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനും ഒക്കെ. ഇതൊരു ഫ്രീ സർവീസാണ്. അപ്പം അങ്ങനെ ഒരുപാട് സ്ത്രീകളുമായിട്ട് ഉള്ള പരിചയവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. പിന്നെ നമ്മുടെ പുരാണങ്ങളിലുള്ള ഹിന്ദു മിത്തോളജി, പിന്നെ ഹോളി ബൈബിൾ, ഹോളി ഖുറാൻ, പിന്നെ സൈക്കോളജി, ഇതിൻ്റെ എല്ലാം കൂടെ ഒരു ആകത്തുകയായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ് നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ ആദ്യം ഹിന്ദു മിത്തോളജി അനുസരിച്ചാണ് പറയാൻ പോകുന്നത്. ഹിന്ദു മിത്തോളജി അനുസരിച്ച് ഏറ്റവും നല്ല സ്വഭാവമായിട്ട് സ്ത്രീകൾ കരുതുന്നത് മാന്യത, അതായത് മോഡസ്റ്റി. ഈ വായാടിത്തരമൊന്നും സ്ത്രീകൾക്ക് ഇഷ്ടമല്ല ശരിക്കും. പിന്നെ ചിലരുടെ വിചാരം ഈ വായാടിത്തരം കൊണ്ടൊക്കെ അങ്ങ് എല്ലാവരും ആകർഷിക്കപ്പെടുമെന്നാണ്. അതെല്ലാം നമ്മുടെ വെറും ധാരണ മാത്രമാണ്. അതുപോലെ തന്നെ സ്വഭാവശുദ്ധി വേണം. ഇനി വലിയ പാട്ടുകാരനായാലും എത്ര കലാകാരനായാലും ശരി, സ്വഭാവശുദ്ധി ഇല്ലെങ്കിൽ അവരെ സ്ത്രീകൾ ശരിക്കും ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടത്തില്ല. പിന്നെ ഒരിക്കലും ശാരീരിക സൗന്ദര്യം ഒരു സ്ത്രീയും പുരുഷനെ താൽക്കാലികമായിട്ടല്ലാതെ ആകർഷിക്കപ്പെടുന്നില്ല. താൽക്കാലികമായിട്ട് ആകർഷിക്കപ്പെടുമായിരിക്കും നമ്മുടെ ഈ ശാരീരിക സൗന്ദര്യം കൊണ്ട്, അല്ലാതെ സ്ഥിരമായിട്ട് ഒരിക്കലും ഒരു സ്ത്രീക്കും ഒരു പുരുഷനെ ഇഷ്ടപ്പെടാൻ പറ്റത്തില്ല ശാരീരിക സൗന്ദര്യം മാത്രം നോക്കിയിട്ട്. പിന്നെ ശാസ്ത്രീയ ഘടകങ്ങൾ പറയുന്നുണ്ട്. അതായത് പിന്നെ പുരുഷനെ ഭാവിയെപ്പറ്റി നല്ല പ്ലാനുകളും തീരുമാനങ്ങളുള്ള ഉറച്ച നിലപാടും ഒക്കെ സ്ത്രീകളെ ആകർഷിക്കും. അതൊക്കെ ഈ വിവാഹം കഴിക്കാൻ പോകുന്ന ആളുകൾക്ക് വേണ്ടിയുള്ളൊരു ടിപ്സാണ്. പിന്നെ സ്ത്രീകൾ എപ്പോഴും തുറന്ന് എല്ലാ കാര്യങ്ങളും പറയുന്ന പുരുഷന്മാരെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതായത് ഈ ഒന്നും ഒളിക്കാതെ ഒക്കെ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് ചർച്ച ചെയ്യുന്ന ആളുകളെ സ്ത്രീകൾക്ക് പൊതുവെ ഇഷ്ടമാണ്. പിന്നെ ഈ ഗ്രംബ്ലിങ് എന്ന് പറഞ്ഞാൽ പിറുപിറുക്കുന്ന പുരുഷന്മാരെ സ്ത്രീകൾക്ക് ഒരു കാരണവശാലും ഇഷ്ടമല്ലെന്നാണ് പറയുന്നത്. പിറുപിറുക്കുന്നത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് അങ്ങ് പറയുക എന്നുള്ളതല്ലാതെ പിറുപിറുക്കുന്നവരെ ഇഷ്ടമല്ല. പിന്നെ ആരോഗ്യകരമായ സ്വഭാവങ്ങളും ദുസ്വഭാവങ്ങളില്ലാത്തതും പുരുഷന്മാരെ ഇഷ്ടപ്പെടാൻ സ്ത്രീകളുടെ ചില കാരണങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു പുരുഷനെ വിശ്വസിക്കാനും അവൻ്റെ കരുതലിനെ ഏറ്റവും വലിയ സ്വഭാവവിശേഷതയായി സ്ത്രീകൾ കരുതുന്നുണ്ട്. പുരുഷനെ വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കണം. അതുപോലെ കരുതലുള്ള പുരുഷന്മാരെയും സ്ത്രീകൾക്ക് ഇഷ്ടമാണ്. പിന്നെ നന്നായിട്ട് വസ്ത്രധാരണം ചെയ്യുന്ന പുരുഷന്മാരെ ശാരീരിക സൗന്ദര്യത്തെക്കാൾ അവർ ഇഷ്ടപ്പെടുന്നുണ്ട്. വലിയ സുന്ദരനാണെങ്കിലും ഒരു ഡ്രസ്സിങ്ങിലൊക്കെ വളരെ കെയർലെസ് ആണെങ്കിൽ സ്ത്രീകൾക്ക് ഇഷ്ടം ഉണ്ടാവത്തില്ലെന്നാണ് പറയുന്നത്. പിന്നെ സ്ത്രീകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പുരുഷൻ്റെ സ്വഭാവവിശേഷത എന്ന് പറയുന്നത് പ്രായമായെന്ന് വിചാരിച്ച് ഒരു വിഷയമല്ല, പക്ഷേ സംസ്കാരമുള്ള പുരുഷന്മാരായിരിക്കണം. അവരുടെ സംസാരത്തിലും പിന്നെ പ്രവൃത്തിയിലുമൊക്കെ മാന്യത കാണണം. പിന്നെ അഭിപ്രായ സ്ഥിരത വേണം. എല്ലാ അഭിപ്രായങ്ങൾ പറയുന്നതിന് സ്ഥിരത വേണം. ഇനി പരിശുദ്ധ ബൈബിൾ വചനങ്ങളനുസരിച്ച് പുരുഷന്മാർ ഏത് നല്ല കാര്യവും തുടങ്ങാനും ഭാര്യമാർ അതിനെ സപ്പോർട്ട് ചെയ്യാനും മടിക്കരുതെന്നാണ് പറയുന്നത്. തുടക്കം പുരുഷന്മാരാണെങ്കിൽ പോലും സ്ത്രീകളുടെ പൂർണ്ണ പിന്തുണ അതിനകത്ത് ഉണ്ടാവണം. പിന്നെ പുരുഷനും സ്ത്രീയും തമ്മിൽ ശാരീരിക വ്യത്യാസമല്ലാതെ മറ്റൊന്നുമില്ലെന്ന് ബൈബിൾ പറയുന്നുണ്ട്. ശാരീരികമായിട്ടുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങളും അവർ തുല്യരാണെന്നാണ് ബൈബിൾ പറയുന്നത്. പിന്നെ ഇനി ഏത് സംരംഭവും തുടങ്ങാൻ രണ്ടുപേരും ഒരുപോലെ മനസ്സ് വെച്ച് വേണം. ഏത് സംരംഭങ്ങളും പുരുഷനും സ്ത്രീയും ഒരേ മനസ്സോടെ ചെയ്താൽ വിജയിക്കത്തുള്ളെന്നും ബൈബിൾ പറയുന്നുണ്ട്. പിന്നെ പരിശുദ്ധ ഖുർആൻ പറയുന്നത് പുരുഷന്മാർ സ്ത്രീകളുടെ സംരക്ഷകരായിരിക്കണം, അവരെ വേണ്ട രീതിയിൽ പരിപാലിക്കുന്നവരും ആയിരിക്കണം, സ്ത്രീകളോട് കാരുണ്യത്തോടെ പെരുമാറണം, സാധാരണ സൗന്ദര്യമുള്ളവരും സമീപിക്കാൻ തോന്നുന്ന രീതിയിലുള്ള പുരുഷന്മാരും ആയിരിക്കണം ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ആകർഷിക്കുന്നതെന്നാണ് പരിശുദ്ധ ഖുർആനും പറയുന്നത്. നമ്മൾ സ്ത്രീകളോട് മാന്യതയും ഒരു എന്താ പറയുന്നത് എല്ലാ പെരുമാറ്റത്തിലൊക്കെ നല്ല രീതിയിലുള്ള ഇത് കാണിക്കണം. അല്ലാതെ നമ്മളൊരു ക്രൂരമായിട്ടുള്ള ഒരു രീതിയിൽ സ്ത്രീകളോട് പെരുമാറാൻ പാടില്ല. ഇനി ശാസ്ത്രീയമായിട്ട് നോക്കിയാൽ
സ്ത്രീകൾ ആദ്യം പുരുഷന്മാരുടെ മുഖമാണ് ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞത്. വലിയ സൗന്ദര്യമൊന്നുമല്ല അവിടെ നോക്കുന്നത്. പിന്നെ അവരുടെ പുരുഷന്മാരുടെ കണ്ണുകൾ, തലമുടി, പിന്നെ മുഖത്തെ പുഞ്ചിരി, ഇതൊക്കെയാണ് സ്ത്രീകൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് കണ്ണുകളിൽ നോക്കി സംസാരിക്കുന്ന ശീലമുള്ള ആളുകളെ അവർക്ക് ഇഷ്ടമാണ്. അല്ലാതെ നമ്മൾ ഫോണിൽ സംസാരിക്കുകയും സ്ത്രീകളെ ശ്രദ്ധിക്കാതെയൊക്കെ ഇരിക്കുന്നത് അവരെ പറയുന്നുണ്ട്, അവർക്ക് വേണ്ട രീതിയിലുള്ളൊരു പരിഗണന കൊടുത്തില്ലെങ്കിൽ സ്ത്രീകൾ ഒരിക്കലും പുരുഷന്മാരെ ഇഷ്ടപ്പെടത്തില്ലെന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ അങ്ങനെ ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഒരു സംക്ഷിപ്തമായിട്ട് പറഞ്ഞാൽ, പുരുഷൻ്റെ പ്രായം ഒരു വിഷയമല്ല. പുരുഷൻ്റെ പെരുമാറ്റം, അവൻ്റെ പിന്നെ ഡ്രസ്സിങ്, പിന്നെ അതുപോലെ സ്വഭാവ വിശേഷങ്ങൾ, ഇതെല്ലാം സ്ത്രീകളെ ആകർഷിക്കുന്നത്. പിന്നെ സ്ത്രീകളെ പ്രായഭേദമന്യേ നമ്മൾ ബഹുമാനിക്കുകയും വേണം. അങ്ങനെയുള്ള സ്വഭാവം നമുക്ക് പുരുഷന്മാർക്കുണ്ടായെങ്കിൽ മാത്രമേ സ്ത്രീകൾ അവരെ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്ടം പുറമേ കാണിക്കത്തുള്ളൂ. അതായത് പിന്നെ ഈ പുറമേ കാണിക്കാൻ പറ്റുന്ന ഇഷ്ടമാണല്ലോ പ്രധാനം, അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും. പിന്നെ അതുപോലെ തന്നെ അവരെ വേണ്ട രീതിയിൽ നമ്മൾ കരുതലോടെ അവരോട് പെരുമാറണം. മാന്യതയോടും കരുതലോടും പെരുമാറിയാൽ സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.